എക്സാം വൈ ലേണിംഗും ദ ഹിന്ദു സ്കൂളും കൂടെ ചേർന്ന് നടത്തുന്ന NSMC നാഷണൽ സയൻസ് ആൻഡ് മാത്സ് ചാമ്പ്യൻഷിപ്പിന്റെ അടുത്തൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. സോ നിങ്ങൾ എല്ലാവരും NSMCക്ക് രജിസ്റ്റർ ആക്കി എന്ന് വിചാരിക്കുകയാണ്. രജിസ്റ്റർ ആക്കാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ലിങ്കും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടാവും. അത് ചെക്കൗട്ട് ചെയ്യുക ആൻഡ് രജിസ്റ്റർ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ്, നിങ്ങൾ അത് ഉപയോഗിക്കുക. 12.5 lakhന്റെ സ്കോളർഷിപ്പും ക്യാഷ് പ്രൈസും ഒക്കെ കിട്ടുന്നു. ആൻഡ് അത് മാത്രമല്ല, നിങ്ങൾ സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ക്യാഷ് പ്രൈസിന് മാത്രമായിട്ടല്ല ഈ NSMC കാണേണ്ടത്. നിങ്ങൾക്ക് വലിയ കുട്ടികളാകുന്ന സമയത്ത് നിങ്ങൾക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒരുപാട് അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതിനുള്ള ഒരു ചുവടുവെപ്പായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ CBT എക്സാം, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. സോ പോരടിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിനകത്തോട്ട് പോകാം. ഫിസിക്സിലെ മാഗ്നറ്റിസം ആണ് ഇന്ന് നോക്കാൻ വേണ്ടി പോകുന്നത്. സോ വെൽക്കം ഓൾ. അങ്ങനെയാണെങ്കിൽ നോക്കാം. സോ മാഗ്നറ്റിസം എന്ന ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുന്നേ ആദ്യം എന്താണ് മാഗ്നറ്റ്സ് എന്ന് എന്താ നോക്കാം. സോ നിങ്ങൾ മാഗ്നറ്റ്സ് എന്താ, നിങ്ങൾ ചെറിയ ക്ലാസ് മുതൽ, നിങ്ങളുടെ ചെറുപ്പം മുതൽ നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ്. എന്താണ് പെർമനന്റ് മാഗ്നറ്റ്, എന്താണ് പെർമനന്റ് മാഗ്നറ്റ്? നിങ്ങൾക്ക് ഒരു പെർമനന്റ് മാഗ്നറ്റ് എന്താണ്, അതിനെപ്പോഴും ഒരു മാഗ്നറ്റിക് പവർ ഉണ്ടാവും. എന്നാൽ അടുത്തതാണ് ഇലക്ട്രോ മാഗ്നറ്റ്. ഇലക്ട്രിസിറ്റിന്റെ പ്രസൻസ് ഉണ്ടെങ്കിൽ മാത്രം മാഗ്നറ്റ് ആയി മാറുന്നതാണ് എന്ത്, ഇലക്ട്രോ മാഗ്നറ്റ്. ആൻഡ് അതെന്താണ്, ടെമ്പററി മാഗ്നറ്റ് കൂടെയാണ്. ഇലക്ട്രിസിറ്റി പോയി കഴിഞ്ഞാൽ എന്താവും, അത് മാഗ്നറ്റ് ആകില്ല. ഓക്കെ ആണല്ലോ. ആൻഡ് ടെമ്പററി മാഗ്നറ്റ്സ് എന്ന് തന്നിട്ടുണ്ട്. അതൊന്നുമില്ല, ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിങ്ങളുടെ എന്തെങ്കിലും സോഫ്റ്റ് ആണോ എന്തെങ്കിലും വെച്ച് കഴിഞ്ഞാൽ അതിന് ഒരു കുറച്ച് നേരത്തേക്ക് അതിനൊരു മാഗ്നറ്റിക് പവർ കിട്ടും. അപ്പോൾ നിങ്ങൾ ഉദാഹരണമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അടുത്തൊരു മാഗ്നറ്റ് ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റ്. നിങ്ങൾ അതിൻ്റെ അടുത്തിട്ട് ഒരു അയൺ നെയിൽ കൊണ്ടുവന്നു, അയൺ നെയിൽ. സോ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും, നിങ്ങളുടെ ഈ മാഗ്നറ്റ് അയൺ നെയിലിനെ അങ്ങോട്ട് അട്രാക്ട് ആവും. ഇനി നിങ്ങൾ ഈ അയൺ നെയിലിന് അടുത്തോട്ട് വേറൊരു അയൺ നെയിലും കൂടെ കൊണ്ടുവന്നു വിചാരിക്കാം, ഒരു പിന്നോ നെയിലോ എന്തേലും. ഓക്കെ, ഞാൻ ഇവിടെ വരയ്ക്കാം. സോ നിങ്ങൾക്ക് കാണാം ഈ അയൺ നെയിലിൽ പോയി അറ്റാച്ച് ആവും. വിച്ച് മീൻസ് ഓൾറെഡി ഫസ്റ്റത്തെ അയൺ നെയില് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നിൽക്കുന്നു. ആൻഡ് അത് കാരണം ഈ അയൺ നെയിൽ എന്താവും, ഒരു മാഗ്നറ്റായി മാറും, ഒരു ടെമ്പററി മാഗ്നറ്റായി മാറും. സോ അതുകൊണ്ടാണ് രണ്ടാമതൊരു അയൺ നെയിൽ കൂടെ വരുന്ന സമയത്ത് അതിനൊരു മാഗ്നറ്റിക് അട്രാക്ഷൻ വരുന്നത്. എങ്ങോട്ട്, ആദ്യത്തെ അയൺ നെയിലോട്ട് വരുന്നത്. ആൻഡ് നിങ്ങൾ ഈ ബാർ മാഗ്നറ്റ് ഇവിടുന്ന് മാറ്റിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഏതെങ്കിലും മാഗ്നറ്റ് ആവട്ടെ, ബാറെന്ന് മാത്രമല്ല യുവോ എന്തെങ്കിലും ആവട്ടെ, ആ മാഗ്നറ്റ് ഇങ്ങോട്ട് മാറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇത് രണ്ടും താഴോട്ട് വീണ് പോകും, അല്ലെങ്കിൽ അതിന്റെ മാഗ്നറ്റിക് പവർ ലോസ് ആവും. അതാണ് ടെമ്പററി മാഗ്നറ്റ്സ്. സോ ടെമ്പററി മാഗ്നറ്റ് എന്താ, ഇലക്ട്രോ മാഗ്നറ്റ് എന്താ, പെർമനന്റ് മാഗ്നറ്റ് എന്താ, എല്ലാം നിങ്ങൾക്ക് അറിയാം. നമ്മൾ ഇനി ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോവാണ്. സോ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന കൂട്ടത്തിൽ ഞാൻ എന്തെങ്കിലും കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ പറയാം. ഓക്കെ ആണല്ലോ. സോ ഇങ്ങനെയാണ്, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ സെയിലർ നോട്ടീസസ് ദാറ്റ് ഹിസ് ഷിപ്സ് കോമ്പസ് ഗിവ് എ റോങ് റീഡിംഗ് whenever the ship carries iron ore in its cargo hold but reads correctly when it carries wooden cargo. Consider the statements. ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു സെയിലർ എന്താണ്, ഈ കപ്പലിനകത്തൊക്കെ പോകുന്ന ആൾ. അപ്പോൾ അയാൾ നോട്ടീസ് ചെയ്തു, എന്താണ്, അയാൾ അയൺ ഓർ കൊണ്ടുപോകുന്ന സമയത്ത് അങ്ങേരുടെ മാഗ്നറ്റിക് നീഡിൽ എന്തിനാ ഉപയോഗിക്കുന്നത്, ഡിറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്നില്ല. എന്നാൽ വുഡൻ ആയിട്ടുള്ള എന്തെങ്കിലും കൊണ്ടുപോവുകയാണെങ്കിൽ, കാർഗോ കൊണ്ടുപോവുകയാണെങ്കിൽ, അപ്പോൾ കുഴപ്പമൊന്നുമില്ലാതെ മാഗ്നറ്റിക് നീഡിൽ വർക്ക് ആവുന്നുണ്ട്. കുറച്ച് സിനാരിയോസ് താഴെ തന്നിട്ടുണ്ട്, നമുക്ക് വായിച്ചു നോക്കാം. ഫസ്റ്റ് വൺ, അയൺ ഓർ ഈസ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ദാറ്റ് ക്യാൻ ഡിസ്റ്റർബ് നിയർ ബൈ കോമ്പസസ്. സോ അയൺ ഓർ ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. അതിന് നിയർ ബൈ ആയിട്ടുള്ള കോമ്പസ്, മാഗ്നറ്റിക് കോമ്പസിനെ അതിനെ ഡിഫ്ലക്ഷൻ എന്ത് ചെയ്യാം, അതിനെ അഫക്ട് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ് 1. ഇനി അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. വുഡ് ഈസ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ ദോ വീക്കർ ദാൻ അയൺ ഓർ. വുഡ് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് എന്ന് വെച്ചാൽ നിങ്ങളുടെ മരം എന്താണ്, മാഗ്നറ്റിക് മെറ്റീരിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് വീക്കർ ദാൻ അയൺ ഓറിനെക്കാട്ടി വീക്കർ ആയിട്ടുള്ള ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ് വുഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാണ് സ്റ്റേറ്റ്മെന്റ് 2. ഇനി സ്റ്റേറ്റ്മെന്റ് 3 പോയി കഴിഞ്ഞാൽ, ദ കോമ്പസ് വർക്ക്സ് ബിക്കോസ് എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് സെറ്റിൽ റഫ്ലി നോർത്ത് സൗത്ത്. അപ്പോൾ ഒരു ഫ്രീലി സെറ്റിൽ ആയിട്ടുള്ള മാഗ്നറ്റ് നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് എപ്പോഴും സെറ്റിൽ ആവുക എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ 3 സ്റ്റേറ്റ്മെന്റ് കിട്ടി. 3 നിങ്ങൾ വായിച്ചു നോക്കി. സോ ഇതിനകത്ത് നിങ്ങൾക്ക് പറയാം ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആണ് കറക്റ്റ്. ഓഫ് കോഴ്സ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. കാരണം എന്താ, അയൺ ഓർ ഇസ് എ മാഗ്നറ്റിക് മെറ്റീരിയൽ. അയൺ എന്താണ്, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. നിങ്ങൾ അയണിന്റെ അടുത്തോട്ട് ഒരു മാഗ്നറ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അയൺ എന്താവും, അട്രാക്ട് ആവും. വിച്ച് മീൻസ് അതെന്താണ്, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. വിച്ച് മീൻസ് സ്റ്റേറ്റ്മെന്റ് 1 എന്താണ്, കറക്റ്റ് ആണ്. റെഡി ആണല്ലോ. അടുത്ത സ്റ്റേറ്റ്മെന്റ് വുഡ് ഒരു മാഗ്നറ്റ് മെറ്റീരിയൽ ആണോ? നിങ്ങൾ ഒരു മാഗ്നറ്റ് എടുത്തിട്ട് ഒരു പീസിന്റെ അടുത്തോട്ട് കൊണ്ടുപോയാൽ അട്രാക്റ്റഡ് ആവോ? ഇല്ല. വിച്ച് മീൻസ് വുഡ് എന്തല്ല, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല. വിച്ച് മീൻസ് ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. അതിൽ അടുത്തത് 3ാമത്തെ കാര്യം, നിങ്ങൾ ചെറുത് മുതലേ കേൾക്കുന്ന കാര്യമാണ്. ഒരു മാഗ്നറ്റിക് നീഡിൽ നിങ്ങളിങ്ങനെ ഫ്രീലി തൂക്കി വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതെന്താണ്, നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് എപ്പോഴും
പ്ലേസ്ഡ് ആവുന്നത്, വിച്ച് മീൻസ് ഈ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം ഫസ്റ്റ് ആൻഡ് തേർഡ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. ഇങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങളുടെ അടുത്തുണ്ടോ? ചെക്ക് ചെയ്യാം. സോ 1 and 3 ആർ കറക്റ്റ്. ഓപ്ഷൻ എ കറക്റ്റ് ആണ്. 1, 2 and 3 അല്ല, 2 എന്തല്ല, തെറ്റാണ്. 2 കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് അല്ല. ഓൺലി 2 ഈസ് കറക്റ്റ്, ഓൺലി 1 ഈസ് കറക്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് നിങ്ങളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. റെഡി ആണല്ലോ? സോ എന്താണ് എന്ന് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെയല്ല എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോകാം. സോ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. എ സ്റ്റുഡന്റ് ഈസ് ഗിവൺ 2 ഐഡന്റിക്കൽ ലുക്കിംഗ് മെറ്റൽ റോഡ്സ് എക്സ് ആൻഡ് വൈ. അപ്പോൾ ഒരു സ്റ്റുഡന്റിന് 2 മെറ്റൽ റോഡ്സ് കൊടുത്തിട്ടുണ്ട്. ഒരെണ്ണം എക്സ് ആണ്, ഒരെണ്ണം വൈ ആണ്. രണ്ടും സെയിം ഷേപ്പ് ആണ്. സോ എൻ്റെ കയ്യിൽ ഒരു മെറ്റൽ റോഡ് ഇതാന്ന് വിചാരിക്കാം. വേണമെങ്കിൽ ഇത് ഒരു മെറ്റൽ റോഡാണ്, രണ്ടും ഒന്നാണ്. ഇതിൻ്റെ 2 കോപ്പി ഉണ്ടെന്ന് വിചാരിക്കാം. രണ്ടും ഒരുപോലെയാണ് എന്നാണ് ഉദ്ദേശിച്ചത്, ഐഡന്റിക്കൽ ആണ്. ഓക്കെ അല്ലേ? ആൻഡ് ബാക്കി വായിക്കാം. ടച്ചിങ് 1 end of x to the middle of y gives no pull at all. അപ്പോൾ നിങ്ങൾ ഒരു റോഡ് എടുത്തിട്ട് വേണമെങ്കിൽ ഞാൻ ഒരു പെൻ എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും സെയിം ആണ് നിങ്ങൾ വിചാരിക്കാം. രണ്ടും എടുത്തു, ഐഡന്റിക്കൽ ആണ്. ഒരെണ്ണത്തിന് മിഡിൽ കൊണ്ട് വെച്ച സമയത്ത് പ്രത്യേകിച്ച് അഫക്റ്റ് ഒന്നും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ടച്ചിങ് the same end of x to one end of y gives strong pull. അപ്പോൾ ഒരെണ്ണത്തിന്റെ ഈ എൻഡ് 1 end, ഇപ്പോൾ നേരത്തെ ഈ എൻഡ് ഞാൻ മിഡിൽ കൊണ്ടുപോയി വെച്ചു, അപ്പോൾ എഫക്റ്റ് ഒന്നുമില്ല. ഇത്തവണ ഞാൻ ഇതിന്റെ എൻഡ് ഇവിടെ കൊണ്ടുപോയി വെച്ച സമയത്ത് ഒരു അട്രാക്ഷൻ കാണിക്കുന്നു എന്ന് പറഞ്ഞു. ആൻഡ് ബട്ട് ടച്ചിങ് ഇറ്റ് അതർ എൻഡ് ഓഫ് y pushes the road apart. ഇനി ഈ എൻഡിൽ കൊണ്ടുവച്ച സമയത്ത്, ഇപ്പോൾ ആദ്യം ഈ എൻഡിൽ വെച്ചപ്പോൾ അട്രാക്ഷൻ, ഇനി ഈ എൻഡിൽ വെച്ച സമയത്ത് ബാക്കോട്ട് പോകുന്നു, വിച്ച് മീൻസ് ഒരു റിപ്പൾഷൻ കിട്ടുന്നു എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് മനസ്സിലാവുന്നത്? അപ്പോൾ നിങ്ങളുടെ അടുത്ത് 2 റോഡ് ഉണ്ട്. ഈ 2 റോഡിനെ നിങ്ങൾ ഒരു മാഗ്നറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ ഇത് സൗത്ത് പോയോ? ഓക്കെ, ഇത് സൗത്ത്, ഇത് നോർത്ത് ആണല്ലോ. ഒരു മാഗ്നറ്റിന് എപ്പോഴും 2 പോൾസ് ഉണ്ടാവും, സൗത്ത് പോൾ ഉണ്ടാവും, നോർത്ത് പോൾ ഉണ്ടാവും. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ആൻഡ് ഇതെന്താണ്? സൗത്ത്, നോർത്ത്. ഓഫ് കോഴ്സ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കണേ, ഞാൻ ഈ എൻഡ് നേരെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ എന്താകും? അട്രാക്ഷൻ സംഭവിക്കും. അതാണ് പറഞ്ഞത്, ഒരു എൻഡ് നേരെ ഇങ്ങോട്ട് വെച്ച സമയത്ത് അട്രാക്ഷൻ. ഇനി ഇതേ എൻഡ് ഇങ്ങോട്ട് വെച്ച് കൊടുത്താലോ? അപ്പം എന്താണ്? നോർത്തും റിപ്പൽ. അപ്പം നിങ്ങൾക്ക് അറിയാം, ലൈക്ക് പോൾസ് എന്താണ്? റിപ്പൽ. ആൻഡ് അൺലൈക്ക് പോൾസ് എന്താണ്? അട്രാക്ട്. റെഡിയാണല്ലോ? സോ നിങ്ങളുടെ ആ 2 റോഡും എന്തായിരുന്നു? ആക്ച്വലി അതൊരു മാഗ്നറ്റ്സ് ആയതുകൊണ്ടാണ് എന്തായി സംഭവിച്ചത്? ഈ ഒരു എൻഡിൽ കൊണ്ടുവച്ച സമയത്ത് അട്രാക്ഷനും മറ്റേ എൻഡിൽ കൊണ്ടുപോയി വെച്ച സമയത്ത് റിപ്പൾഷനും വരുന്നത്. കാരണം ലൈക്ക് പോൾസ് എന്താണ്? റിപ്പൽ ആണ്. ആൻഡ് അൺലൈക്ക് പോൾസ് എന്താണ്? അട്രാക്റ്റ് ആണ്. സോ അത്ര മനസ്സിലാക്കിയാൽ മതി. സോ നിങ്ങളുടെ ഓപ്ഷൻസ്, റോഡ് എക്സ് ഈസ് മാഗ്നറ്റ്, റോഡ് എക്സ് മാഗ്നറ്റ് ആണ്. റോഡ് വൈ ഈസ് മാഗ്നറ്റ്, റോഡ് വൈയും മാഗ്നറ്റ് ആണ്. ആൻഡ് ബോത്ത് റോഡ്സ് ആർ മാഗ്നറ്റ്. അതല്ലേ കറക്റ്റ്? അപ്പോൾ ബോത്ത് റോഡ്സ് ആർ മാഗ്നറ്റ്. റെഡി അല്ലേ? സോ എന്തുകൊണ്ടാണ് അട്രാക്ഷൻ റിപ്പൾഷൻ നിങ്ങൾക്ക് അറിയാം. നോർത്തും സൗത്തും വന്നു കഴിഞ്ഞാൽ അട്രാക്ഷൻ, നോർത്ത് വന്നു കഴിഞ്ഞാൽ റിപ്പൾഷൻ, സൗത്തും ആണെങ്കിൽ റിപ്പൾഷൻ, സൗത്തും നോർത്തും ആണെങ്കിൽ അട്രാക്ഷൻ. ഓക്കെ ആണല്ലോ? സോ എന്താ ചെയ്യാം, അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോയേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, എ സ്ക്രാപ്പ് യാർഡ് യൂസസ് എ ജയന്റ് മാഗ്നറ്റ് ഹാങ്ങിങ് ഫ്രം എ ക്രെയിൻ ടു ലിഫ്റ്റ് ഹെവി അയൺ സ്ക്രാപ്പ് ആൻഡ് ഡ്രോപ്പ് ഇറ്റ് പ്രിസൈസ്ലി ഇൻ ടു എ ട്രക്ക്. അപ്പോൾ സ്ക്രാപ്പ് യാർഡിനകത്ത് അവരെന്ത് ചെയ്തിട്ടുണ്ട്? ഒരു മാഗ്നറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്, ജെയിൻ മാഗ്നറ്റ്. ഒരു ക്രെയിനകത്താന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തിനാ ഉപയോഗിക്കുന്നത്? ലിഫ്റ്റ് ഹെവി അയൺ സ്ക്രാപ്പ് ടു ഡ്രോപ്പ് ഇറ്റ് പ്രിസൈസ്ലി ഓൺ ട്രക്ക്. അപ്പോൾ ഒരുപാട് സ്ക്രാപ്പ് ഉണ്ട്, അപ്പോൾ ഇതിനെ ഇവിടെ നിന്ന് എടുത്തിട്ട് ഒരു ട്രക്കിനകത്തോട്ട് ഇടണം, വിച്ച് മീൻസ് ഇവിടെ നിന്ന് ക്യാച്ച് ചെയ്യും. ആൻഡ് ഇവിടെ ട്രക്ക് ഉണ്ടെന്ന് വിചാരിക്കുക, ഇവിടെ ഡ്രോപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ? സോ ബാക്കി വായിക്കാം. വൈ ഈസ് ആൻ ഇലക്ട്രോമാഗ്നറ്റ് യൂസ്ഡ് ഹിയർ ഇൻസ്റ്റെഡ് ഓഫ് ആൻ ഈക്വലി സ്ട്രോങ് പെർമനന്റ് മാഗ്നറ്റ്. അപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഈ ക്യാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോമാഗ്നറ്റ് ആണ് യൂസ് ചെയ്യുന്നത് ഇൻസ്റ്റെഡ് ഓഫ് പെർമനന്റ് മാഗ്നറ്റ്. എന്തുകൊണ്ടാണ് പെർമനന്റ് മാഗ്നറ്റ് യൂസ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചത്. സോ നമുക്ക് നോക്കാം ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്. ഇലക്ട്രോമാഗ്നറ്റ്സ് ആർ ഓൾവേസ് ചീപ്പർ. ഇലക്ട്രോമാഗ്നറ്റ് ചീപ്പർ ആയതുകൊണ്ടാണ്. ഓഫ് കോഴ്സ് അല്ല. ഇലക്ട്രോമാഗ്നറ്റ് എന്താണ് ചീപ്പർ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റില്ല. കാരണം എന്താ? നിങ്ങൾക്ക് അറിയാം ഇലക്ട്രോമാഗ്നറ്റ് എങ്ങനെ ഉണ്ടാകുന്നത്? ഇലക്ട്രിസിറ്റീൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ് ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാകുന്നത്. സോ നമ്മൾ എത്ര പവർ കൊടുക്കണം, മീൻസ് എത്ര സ്ട്രോങ്ങർ ആയിട്ടുള്ള മാഗ്നറ്റ് വേണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതിനനുസരിച്ചിട്ട് ഇലക്ട്രിസിറ്റി കൂട്ടി കൊടുക്കണം, അല്ലെങ്കിൽ ഇലക്ട്രിക് പവർ കൂട്ടി കൊടുക്കണം. അങ്ങനെയാണെങ്കിലാണ് നിങ്ങൾക്ക് സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇലക്ട്രോമാഗ്നറ്റ് കിട്ടുന്നത്. അങ്ങനെയാണെങ്കിൽ ചീപ്പർ ആണെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ഓപ്ഷൻ നോക്കാം. ഇറ്റ്സ് പുൾ ക്യാൻ ബി സ്വിച്ച്ഡ് ഓഫ് ടു ഡ്രോപ്പ് ദ ലോഡ് എക്സാക്ട്ലി വെയർ നീഡഡ്. അതല്ലേടാ കറക്റ്റ് ആൻസർ. ഞാൻ ശ്രദ്ധിക്കണേ, എൻ്റെ അടുത്ത് പെർമനന്റ് മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കാം. ഓക്കെ ആണല്ലോ? സോ പെർമനന്റ് മാഗ്നറ്റ് എൻ്റെ അടുത്തുണ്ട്. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അയൺ സ്ക്രാപ്പിനെ ക്യാച്ച് ചെയ്തു. അപ്പോൾ ഇത് നിങ്ങളുടെ അയൺ സ്ക്രാപ്പ് ആണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഇമാജിൻ ചെയ്യുക. സോ എൻ്റെ അടുത്ത് മാഗ്നറ്റ് ഉണ്ട്, പെർമനന്റ് മാഗ്നറ്റ്. ഓഫ് കോഴ്സ് അയൺ സ്ക്രാപ്പ് എന്ത് ചെയ്യും? നേരെ ഇങ്ങോട്ട് അട്രാക്റ്റഡ് ആവും. ഇനി നേരെ ഞാൻ ഇങ്ങോട്ട് എത്തിക്കുന്നു. ഇനി ഇവിടെ ട്രക്ക് ഉണ്ട്, ഇവിടെ താഴെ ട്രക്ക് ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഇതിനെ ഇങ്ങോട്ട് ഡ്രോപ്പ് ചെയ്യണം. പക്ഷേ പെർമനന്റ് മാഗ്നറ്റ് ആണെങ്കിൽ ഇത് ഡ്രോപ്പ് ആവോ? ഇത് ഇവിടെ തന്നെ ഇരിക്കൂലേ? അല്ലേടാ? റെഡിയല്ലേ? സോ പെർമനന്റ് മാഗ്നറ്റ് ആണ്, പെർമനന്റ് മാഗ്നറ്റ് ആണ്. ആൻഡ് ഇതെന്തായാലും ഒരു അയൺ ആണ്. സോ അത് ഓൾവേസ് ഇങ്ങനെ അട്രാക്റ്റ് ആയി നിൽക്കും, താഴോട്ട് പോവില്ല.
എന്നാൽ ഇലക്ട്രോമാഗ്നറ്റ് എന്ന് വിചാരിക്കാം. അപ്പൊ ഞാൻ ഇലക്ട്രോമാഗ്നറ്റ് ഉണ്ടാവണം എന്ത് ചെയ്യണം? ഇലക്ട്രിസിറ്റി വേണം. ഞാൻ പവർ കൊടുത്തു, ഓഫ് കോഴ്സ് ഇത് ഇങ്ങോട്ട് വന്നു, അട്രാക്റ്ററായി. ഇനി നേരെ ഇങ്ങോട്ട് എത്തിക്കുന്നു, ഇവിടെ ട്രക്ക് ഉണ്ട്. ഞാൻ എന്ത് ചെയ്യണം? പിന്നെ താഴോട്ട് പോകണേല് സ്വിച്ച് ഓഫ് ആക്കിയാൽ പോരെ? കറണ്ട് കൊടുക്കുന്നത് നിർത്തി കഴിഞ്ഞാൽ ഇതിന്റെ മാഗ്നറ്റിക് പവർ പോയി, ഈ ഇലക്ട്രോ മാഗ്നറ്റിന്റെ മാഗ്നറ്റിക് പവർ പോയി. ബിക്കോസ് ഇറ്റ് ഈസ് ആൻ ടെമ്പററി മാഗ്നറ്റ് ആണ് അത്. സോ നേരെ താഴോട്ട് പോകും, ട്രക്കിനകത്തോട്ട് പോകും. സോ എന്തുകൊണ്ടാണ് പെർമനന്റ് മാഗ്നറ്റ് ഉപയോഗിക്കാത്തത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ ഇറ്റ്സ് പുൾ ക്യാൻ ബി സ്വിച്ച് ഓഫ് അല്ലെ. പുൾ എന്ത് ചെയ്യാം? നമുക്ക് സ്വിച്ച് ഓൺ ചെയ്യാം, സ്വിച്ച് ഓഫ് ചെയ്യാം അക്കോർഡിംഗ് ടു നമ്മുടെ കൺവീനിയൻസിനനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച്. സോ ടു ഡ്രോപ്പ് ലോഡ് എക്സാക്ട്ലി വേർ നീഡഡ്. റെഡി ആണല്ലോ. സോ ഇതാണ് നിങ്ങളുടെ ആൻസർ. ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ സിയും ഡിയും ഒന്ന് വായിച്ചു നോക്കാം. പെർമനന്റ് മാഗ്നറ്റ്സ് കനോട്ട് ലിഫ്റ്റ് ഹെവി വെയിറ്റ് അറ്റ് ഓൾ. പെർമനന്റ് മാഗ്നറ്റ് ആ വലിയ വെയിറ്റിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പെർമനന്റ് മാഗ്നറ്റിന്റെ സൈസ് അനുസരിച്ചിട്ടായിരിക്കും. ചെറിയ മാഗ്നറ്റ് ആണെങ്കിൽ കുറച്ച് വെയിറ്റ് എടുക്കാം, എന്നാൽ വലിയ മാഗ്നറ്റ് ആണെങ്കിലോ കുറേ സൈസ് എടുക്കാം. സോ അതും ഒരു എക്സാക്ട് റീസൺ ഒന്നും അല്ല. ഇലക്ട്രോമാഗ്നറ്റ് നീഡ് നോ പവർ സപ്ലൈ. ഇലക്ട്രോമാഗ്നറ്റിന് പവർ സപ്ലൈ വേണ്ട പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? തെറ്റാണ്. ഇലക്ട്രോമാഗ്നറ്റ് പവർ ഉണ്ടാവുന്ന സമയത്താണ് വർക്ക് ആവുന്നത്. പവർ ഇല്ലെങ്കിൽ എന്താണ്? അത് മാഗ്നറ്റ് അല്ല, സാധാ ഒരു എലമെന്റ് ആണ്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോയി നോക്കാം. സോ ക്വസ്റ്റ്യൻ ഇതാണ്. അസേഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, വായിച്ചു നോക്കാം. അസേഷൻ തന്നിട്ടുണ്ട്. ഇലക്ട്രിക് ഡോർ ബെൽസ് യൂസ് എ ടെമ്പററി മാഗ്നറ്റ്, അഥവാ ഇലക്ട്രോമാഗ്നറ്റ് ആണ് ഇലക്ട്രിക് ഡോർബെൽസിനകത്ത് ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. റാദർ ദാൻ എ പെർമനന്റ് മാഗ്നറ്റിന് അല്ലാണ്ട്. കറക്റ്റ് ആണ്. ഇപ്പൊ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ബെല്ലിനകത്ത് ഇലക്ട്രിക് ബെല്ലിനകത്ത് ഇലക്ട്രോമാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ സ്വിച്ച് ഇടുന്ന സമയത്ത് ബെല്ല് റിംഗ് ആവുന്നത്. സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് ബെല്ല് റിംഗ് ആവുന്നുണ്ടോ? ഇല്ല. അതിന്റെ റീസൺ എന്താ? സ്വിച്ച് ഇടുന്ന സമയത്ത് കറണ്ട് വരുന്ന സമയത്ത് അവിടെ അട്രാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അവിടെ ഒരു ബോളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഇതൊന്ന് അറിഞ്ഞിരിക്കുക. സോ ഇത് ഇങ്ങനെ ഒരു കോയിൽ ഉണ്ടാവും. കോയിലിനകത്തൂടെ കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് ഈ ബോൾ നേരെ അങ്ങോട്ട് അട്രാക്റ്റഡ് ആയിട്ടാണ് ബെല്ല് റിംഗ് ആവുന്നത്. ഓക്കെ ആണല്ലോ. സോ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഇലക്ട്രിക് ബെല്ലിനകത്ത് ഉപയോഗിക്കുന്നത്. റീസൺ വായിച്ചു നോക്കാം. ദിസ് ഈസ് ബിക്കോസ് ആൻ ഇലക്ട്രോ മാഗ്നറ്റ് ഈസ് ഓൾവേസ് വീക്കർ ഇൻ പുള്ളിംഗ് ഫോഴ്സ് ദാൻ പെർമനന്റ് മാഗ്നറ്റ്. പെർമനന്റ് മാഗ്നറ്റ് കാട്ടിയും വീക്കർ പുള്ളിംഗ് ഫോഴ്സ് ആണ് ഇലക്ട്രോ മാഗ്നറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ശരിയല്ല. കാരണം എന്താണ്? അത് നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിക് പവറിനനുസരിച്ചിരിക്കും. നമ്മൾ ഒരുപാട് പവർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് അത് നല്ല സ്ട്രോങ്ങർ ആയിട്ടുള്ള ഇലക്ട്രോ മാഗ്നറ്റ് ആയി മാറും. പെർമനന്റ് മാഗ്നറ്റിനെക്കാട്ടി സ്ട്രോങ്ങർ ആയിട്ടുള്ള മാഗ്നറ്റ് ആയിട്ട് ഇലക്ട്രോ മാഗ്നറ്റിന് മാറാൻ വേണ്ടി പറ്റും. എങ്ങനെ? നമ്മൾ കൂടുതൽ ഇലക്ട്രിക് പവർ കൊടുത്തു കഴിഞ്ഞാൽ. സോ റീസൺ എന്താണ്? അത് തെറ്റാണ്. സോ നമുക്ക് എന്ത് മനസ്സിലായി? അസേഷൻ കറക്റ്റ് ആണ്. ഓഫ് കോഴ്സ് ഇലക്ട്രിക് ബെല്ലിനകത്ത് ടെമ്പററി മാഗ്നറ്റ് അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതെന്താണ്? കറക്റ്റ് ആണ്. ആൻഡ് റീസൺ എന്താണ്? തെറ്റാണ്. സോ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ടോ? ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ അല്ല. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ എന്ന് ഓപ്ഷൻ ബിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതും അല്ല. അപ്പോൾ രണ്ടും തെറ്റിപ്പോയി. ആൻഡ് എ ഈസ് ട്രൂ, ആർ ഈസ് ഫാൾസ്. അത് കറക്റ്റ് ആണ്. അസേഷൻ കറക്റ്റ് ആണ്. എന്നാൽ റീസൺ എന്താണ്? ഫാൾസ് ആണ്. സോ നിങ്ങളുടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ് നിങ്ങളുടെ ആൻസർ. റെഡി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോയേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ആൻഡ് ഇലക്ട്രീഷ്യൻ വാണ്ട്സ് ടു മേക്ക് ഹിസ് ഇലക്ട്രോമാഗ്നറ്റ് സ്ട്രോങ്ങർ വിത്തൗട്ട് ചേഞ്ചിങ് ദ ബാറ്ററി. ബാറ്ററി മാറ്റാതെ ഇലക്ട്രോമാഗ്നറ്റ് എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് ഇലക്ട്രീഷ്യന് സ്ട്രോങ്ങർ ആക്കണം. കൺസിഡർ ദ ചേഞ്ചസ് ബിലോ. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെ ചേഞ്ചസ് വരുത്താൻ പറ്റും? കുറച്ച് ചേഞ്ചസ് വന്നിട്ടുണ്ട്. 3 സ്റ്റേറ്റ്മെന്റ്. ഏതൊക്കെയാണ് കറക്റ്റ് എന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. സോ ഇൻക്രീസ് ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് വയർ ഇൻ ദ കോയിൽ. കോയിലിനകത്തുള്ള നമ്പർ ഓഫ് ടേൺസ് കൂട്ടിക്കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റ് സ്ട്രോങ്ങർ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് അതെന്താണ്? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതെന്താണ്? കറക്റ്റ് ആണ്. അടുത്ത് വായിച്ചു നോക്കാം. പ്ലേസ് എ സോഫ്റ്റ് അയൺ കോർ ഇൻസൈഡ് ദ കോയിൽ ഇൻസ്റ്റെഡ് ഓഫ് ലീവിംഗ് ഇറ്റ് ഹോളോ. ഈ കോയിലിനകത്ത് ഒരു സോഫ്റ്റ് അയൺ കോർ വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റ് എന്താണ്? സ്ട്രോങ്ങർ ആവും. ഇൻസ്റ്റെഡ് ഓഫ് പ്ലേസിംഗ് ഇറ്റ് ഹോളോ. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം. അടുത്തത് യൂസ് എ ലോങ്ങർ കണക്റ്റിംഗ് വയർ ബിറ്റ്വീൻ ദ ബാറ്ററി ആൻഡ് ദ കോയിൽ. ബാറ്ററിയും കോയിലും കണക്ട് ചെയ്യാൻ വേണ്ടി ലോങ്ങർ ആയിട്ടുള്ള വയർ ഉപയോഗിക്കുക. അതെന്താണ്? ആക്ച്വലി തെറ്റാണ്. അതിൽ കാര്യമില്ല. അതിനകത്ത് ഒരുപാട് വലിയ ലെങ്ത് ഉള്ള വയർ ഉപയോഗിച്ചാൽ കുറെ ഹീറ്റ് ലോസ് ഉണ്ടാവും എന്നല്ലാണ്ട് നമുക്ക് ഒരു ഉപകാരം ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് അത് മാഗ്നറ്റിനെ സ്ട്രോങ്ങർ ആക്കുന്നില്ല. വിച്ച് മീൻസ് നിങ്ങളുടെ മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി റോങ്. അങ്ങനെയാണെങ്കിൽ 1 and 2 ഓപ്ഷൻ വരുന്നുണ്ടോ ചെക്ക് ചെയ്യാം. സോ ഓപ്ഷൻ ബി നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റ് ആണ്. 1 and 2 ഓൺലി. നിങ്ങൾ എന്ത് ചെയ്യാം? ഇത് ഓപ്ഷൻ ബി നിങ്ങൾക്ക് മാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോയേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ അല്ല, അടുത്ത ടോപ്പിക്കാണ് മാഗ്നറ്റിക് മെറ്റീരിയൽ. സോ എന്താണ് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ? നിങ്ങൾക്ക് ഓൾറെഡി അറിയാം, എന്നാലും പറയാം. സോ മെറ്റീരിയൽസ് വിച്ച് ആർ അട്രാക്റ്റഡ് ബൈ എ മാഗ്നറ്റ്. അപ്പോൾ ഒരു മാഗ്നറ്റ് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ അട്രാക്റ്റഡ് ആവുന്നുണ്ടെങ്കിൽ എന്താണ്? അത് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണ്. ഇപ്പോൾ ഇത് ഒരു പെന്നാണ്, പ്ലാസ്റ്റിക് പെന്നാണ്. ഞാൻ ഇതിൻ്റെ അടുത്തൊരു മാഗ്നറ്റ് വന്നു കഴിഞ്ഞാൽ ഇത് അട്രാക്റ്റഡ് ആകുമോ? ഇല്ല. കാരണം എന്താ? ഇതൊരു മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല. ഇത് അട്രാക്റ്റഡ് ആവില്ല. അത്രേ ഉള്ളൂ. സോ ഇൻസ്റ്റെഡ് ഓഫ് ഞാൻ ഈ പെൻസിൽ, ആപ്പിൾ പെൻസിലാണിത്. സോ ഇത് ഞാൻ ഇങ്ങോട്ട്
ഒരു മാഗ്നറ്റ് കൊടുന്ന് വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് ഇത് അട്രാക്റ്റഡ് ആവും. ഇതിനകത്തൊരു മാഗ്നറ്റിക് എലിമെന്റ് ഉണ്ടായതുകൊണ്ട്. റെഡിയാണല്ലോ? ഇവിടെ ഒരു മാഗ്നറ്റിക് എലിമെന്റ് ഉണ്ടായതുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് പെൻ എന്താണ് ആക്ച്വലി പ്ലാസ്റ്റിക് ആണ്. സോ നിങ്ങൾ അത് മനസ്സിലാക്കി വെക്കുക. സോ materials that are not attracted by a magnet is also known as non magnet material. അപ്പോൾ ഇവിടെ കുറച്ച് എക്സാമ്പിൾസ് വന്നിട്ടുണ്ട്. സ്റ്റീല്, കൊബാൾട്ട്, അയൺ, നിക്കൽ, നിയോഡീമിയം അതൊക്കെ എന്താണ് മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആണ്. എന്നാൽ ഗോൾഡ്, ബ്രാസ്, കോപ്പർ, സിൽവർ, മെർക്കുറി ഇതൊക്കെ നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസസ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക. അങ്ങനെയാണല്ലോ. അടുത്ത ക്വസ്റ്റിനകത്ത് പോയി നോക്കാം. എ സ്റ്റുഡന്റ് റാപ്പ് വയർ അറൗണ്ട് എ സ്റ്റീൽ നെയിൽ ആൻഡ് എ സോഫ്റ്റ് ആൻഡ് നെയിൽ. അപ്പോൾ ഒരു സ്റ്റീൽ നെയിൽ ഉണ്ട്, സ്റ്റീൽ ആയിട്ടുള്ള നെയിൽ ഉണ്ട്, അതുപോലെ സോഫ്റ്റ് ആൻഡ് നെയിൽ ഉണ്ട്. രണ്ടിനകത്തും ഒരു സ്റ്റുഡന്റ് ചെയ്തിട്ടുണ്ട് വയർ ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ? ഇവിടെ നെയിലുണ്ട്, ഇതിനകത്ത് ഒരെണ്ണം സ്റ്റീൽ നെയിലാണ്, മറ്റേ എണ്ണം അയൺ നെയിലാണ്. രണ്ടിനകത്തും റാപ്പ് ചെയ്തു. ഇനി കണക്ട് ഇറ്റ് ടു ആൻ ഐഡന്റിക്കൽ ബാറ്ററി ആൻഡ് സ്വിച്ച്. എന്നിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഐഡന്റിക്കൽ സ്വിച്ചിനകത്തോട്ടും ബാറ്ററിക്കകത്തോട്ടും അവർ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് മാഗ്നറ്റൈസ് ബോത്ത് രണ്ടിനെയും മാഗ്നറ്റൈസ് ചെയ്തു. ഇനി ക്വസ്റ്റിനകത്ത് ബാക്കി വായിക്കാം. Which nail should he use if he want temporary magnet that switches off cleanly? അപ്പോൾ ആ സ്റ്റുഡൻറ്റ് ഏത് നെയിലാണ് ഉപയോഗിക്കേണ്ടത്? അപ്പോൾ എന്താ പറഞ്ഞത്, അപ്പം ടെമ്പററി മാഗ്നറ്റ് കംപ്ലീറ്റ്ലി ഇപ്പോൾ സ്വിച്ച് ഓഫ് ആക്കുന്ന സമയത്ത് അത് ടെമ്പററി മാഗ്നറ്റ് ആവണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾക്ക് അടുത്ത് സോഫ്റ്റ് ആൻഡ് ഉണ്ട്, അതുപോലെ സ്റ്റീൽ ഉണ്ട്. ഈ സ്റ്റീലിന് ഒരു പ്രത്യേകത ഉണ്ട്, അത് മാഗ്നറ്റൈസ് ആവും. പക്ഷേ മാഗ്നറ്റൈസ് ആയി കഴിഞ്ഞാലും ഇതിൻ്റെ പവർ നമ്മൾ ഇലക്ട്രിസിറ്റി ഓഫ് ആക്കി കഴിഞ്ഞാൽ സ്റ്റീൽ എന്ത് ചെയ്യും, കുറച്ച് മാഗ്നറ്റിക് പവർ അതിനെ റീറ്റെയിൻ ചെയ്യും. എന്നാൽ സോഫ്റ്റ് ആൻഡ് അങ്ങനെയല്ല, അതെന്താണ് പെട്ടെന്ന് തന്നെ സ്വിച്ച് ഓഫ് ആക്കി കഴിഞ്ഞാൽ തന്നെ അതിൻ്റെ മാഗ്നറ്റിക് പവർ ലോസ് ആവും. വിച്ച് മീൻസ് നിങ്ങൾക്ക് ക്ലീൻലി ഒരു ടെമ്പററി മാഗ്നറ്റ് കിട്ടണമെങ്കിൽ നിങ്ങൾ ഏതാ ഉപയോഗിക്കേണ്ടത്, സോഫ്റ്റ് അയൺ ആണ് ഉപയോഗിക്കേണ്ടത്, സ്റ്റീൽ അല്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്താ, ദ സ്റ്റീൽ നെയിൽ, ദ സോഫ്റ്റ് അയൺ നെയിൽ, ഐദർ നെയിൽ വർക്ക്സ് ഈക്വലി വെൽ, നൈദർ നെയിൽ ക്യാൻ ആക്ട് ആസ് ടെമ്പററി മാഗ്നറ്റ്. ആൻസർ ഇതാണ്, ദ സോഫ്റ്റ് അയൺ നെയിൽ. കാരണം എന്താ പറഞ്ഞു തന്നു, സ്റ്റീലിൻ്റെ ഒരു പ്രോപ്പർട്ടി ആണ് അത്. സ്റ്റീൽ നിങ്ങൾ മാഗ്നറ്റൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി നല്ല പോലെ ലൂസ് ആവില്ല, അതിനകത്ത് കുറച്ച് പ്രോപ്പർട്ടി ഈവൻ ദോ അവിടെ ഉണ്ടാകും, നിങ്ങൾ അതിൻ്റെ ഇലക്ട്രിസിറ്റി പവർ കളഞ്ഞാൽ പോലും. എന്നാൽ സോഫ്റ്റ് അയൺ എന്താ, നിങ്ങൾ പവർ കൊടുത്തു കഴിഞ്ഞാൽ മാഗ്നറ്റ് ആവും, പവർ അല്ലെങ്കിലോ അത് പ്യുവർലി അയണയിലായി സോഫ്റ്റ് അയൺ ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ? സോ ഇങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോയേക്കാം. എ റീസൈക്ലിംഗ് പ്ലാന്റ് receives a mixed pile of crushed aluminum cans, broken glass and iron scrap and needs to pull out the iron scrap quickly on a moving conveyor belt. സോ ഒരു റീസൈക്ലിംഗ് പ്ലാന്റിനകത്ത് ഒരുപാട് സാധനങ്ങളൊക്കെ തന്നിട്ടുണ്ട്. എന്തൊക്കെയുണ്ട്, ക്രഷ്ഡ് അലുമിനിയം ക്യാൻ ഉണ്ട്. അലുമിനിയത്തിന്റെ ക്യാൻ അറിയാലോ, നിങ്ങളുടെ 7up ക്യാനൊക്കെ കണ്ടിട്ടുണ്ടാവും, അതെന്താണ് അലുമിനിയം ക്യാനാണ്. പിന്നെ അതുപോലെ ബ്രോക്കൺ ഗ്ലാസ്, പൊട്ടിപ്പോയ ഗ്ലാസുകളുണ്ട്. അയണിന്റെ സ്ക്രാപ്പ് ഉണ്ട്. പിന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ എന്ത് ചെയ്യണം, നീഡ്സ് ടു പുൾ ഔട്ട് ദ അയൺ സ്ക്രാപ്പ് ക്വിക്കലി ഓൺ എ മൂവിങ് കൺവെയർ ബെൽറ്റ്. അപ്പോൾ ബെൽറ്റിനകത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, എല്ലാവരും പോകുന്നുണ്ട്. സോ ഇവിടെ ഒരു ബെൽറ്റ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ക്യാൻസ് ഉണ്ട്, പിന്നെ ഗ്ലാസ് ഉണ്ട്, പിന്നെ സ്ക്രാപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾ ഇതിനകത്ത് അയൺ സ്ക്രാപ്പ് മാത്രം ക്യാപ്ചർ ചെയ്യണം എന്നാണ് പറഞ്ഞത്. വാട്ട് ഇസ് ദ മോസ്റ്റ് പ്രാക്ടിക്കൽ മെത്തേഡ്? അപ്പോൾ ഇതിനകത്തുള്ള പ്രാക്ടിക്കൽ മെത്തേഡ് എന്താ? ഓരോ ഓപ്ഷൻസ് വന്നിട്ട് വായിച്ചു നോക്കാം. ഒന്നാമത്തെ ഓപ്ഷൻ എ, ഫ്ലോട്ട് ദ പൈൽ ഇൻ വാട്ടർ ആൻഡ് സ്കിം ദ ടോപ്പ്. വാട്ടറിനകത്തൂടെ പൈലിനെ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതല്ല. അടുത്തത് ഹീറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്, അതുമല്ല. പിന്നെ ഷൈൻ, ബ്രൈറ്റ് ലൈറ്റ് ഷൈൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ലൈറ്റ് അടിച്ചിട്ടുണ്ടെങ്കിൽ അയൺ സ്ക്രാപ്പ് ഇങ്ങോട്ട് പൊന്തി വരും ഇല്ലല്ലോ. സോ അതുമല്ല, അതൊക്കെ മണ്ടത്തരങ്ങളാണ്. ആൻഡ് ഓപ്ഷൻ ഡി നോക്കാം. പാസ് ദ പൈൽ അണ്ടർ ലാർജ് റൊട്ടേറ്റിംഗ് മാഗ്നറ്റിക് റോളർ. ഒരു മാഗ്നറ്റിക് റോളറിനകത്തൂടെ പറഞ്ഞയച്ചാൽ മതി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്, കറക്റ്റ് ആണ്. കാരണം എന്താ, മാഗ്നറ്റിക് റോളറിനകത്തൂടെ പറഞ്ഞയച്ചിട്ടുണ്ടെങ്കിലോ ഗ്ലാസ് അട്രാക്റ്റഡ് ആവില്ല, അലുമിനിയവും അട്രാക്റ്റഡ് ആവില്ല. എന്നാൽ നിങ്ങളുടെ അയൺ സ്ക്രാപ്പ് എന്താവും, അവിടെ അട്രാക്റ്റഡ് ആവും. സോ നിങ്ങൾക്ക് അയൺ സ്ക്രാപ്പിനെ മാത്രം ക്യാപ്ചർ ചെയ്യാം, മറ്റേ രണ്ടിനെയും കളയാം. ഓക്കെ ആണല്ലോ? സോ ഇങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വീണ്ടും ഒരു അസേഷൻ റീസൺ ടൈപ്പ് ആണ്, വായിച്ചു നോക്കാം. സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൂൺസ് യൂസ്ഡ് ഇൻ മോസ്റ്റ് കിച്ചൺ ആർ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ സ്പൂണ് മാഗ്നറ്റിനെ അട്രാക്ട് ചെയ്യും പറഞ്ഞിട്ട്, മാഗ്നറ്റിനകത്തോട് വെച്ച് കഴിഞ്ഞാൽ അട്രാക്റ്റഡ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് എന്താണ്, തെറ്റാണ്. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങളുടെ കിച്ചണകത്ത് പോയി നോക്കുക, അവിടെ സ്പൂൺ ഉണ്ടാവും, ഒരു മാഗ്നറ്റ് പീസ് എടുക്കുക, അട്രാക്ഷൻ നടക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്യുക. സ്റ്റെയിൻലെസ് സ്റ്റീല് നല്ല രീതിയിൽ അട്രാക്റ്റഡ് ആകില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. സോ അസേഷൻ എന്താണ്, തെറ്റാണ്. ഇനി റീസൺ നോക്കാം. മെറ്റീരിയൽസ് സച്ച് ആസ് അയൺ, കൊബാൾട്ട് ആൻഡ് നിക്കൽ ആർ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണെങ്കിൽ പോലും അതൊരു പ്രോപ്പർ ആയിട്ടുള്ള റീസൺ ആണോ? റീസൺ അല്ല. ഓക്കെ, സോ നിങ്ങൾക്ക് ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് എ ഈസ് ട്രൂ, ആർ ഈസ് ഫാൾസ് പറഞ്ഞിട്ടുണ്ട്, അതല്ല. ഓപ്ഷൻ ഡി നോക്കുന്ന സമയത്ത് എ ഈസ് ഫാൾസ്, ആർ ഈസ് ട്രൂ. ഓക്കെ ആണല്ലോ? സോ സ്റ്റേറ്റ്മെന്റ് എ കംപ്ലീറ്റ്ലി തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് ആർ എന്താണ്, അത് റീസൺ, പ്രോപ്പർ റീസൺ ആണോ, എന്തുകൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്റ്റീൽ
മാഗ്നറ്റിന് അട്രാക്റ്റഡ് ആവാത്ത എന്നുള്ളതിന്റെ റീസൺ അല്ല തന്നത്, പക്ഷേ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഈസ് ആക്ച്വലി കറക്റ്റ്. അതുകൊണ്ടാണ് R is true എന്ന് പറഞ്ഞത്. ഇനി എക്സാക്ട് റീസൺ എന്താ, എന്തുകൊണ്ടാണ് സ്റ്റെയിൻലെസ് സ്പൂണ് കിച്ചണകത്തുള്ള സ്റ്റെയിൻലെസ് സ്പൂണ് മാഗ്നറ്റിന് അട്രാക്റ്റഡ് ആവാത്ത റീസൺ എന്താ, അത് സ്റ്റീലിന്റെ ഒരു പ്രോപ്പർട്ടിയാണ്. നിങ്ങളത് വലിയ ക്ലാസ്സിനകത്തൊക്കെ പഠിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഒരു മാച്ച് ദ ഫോളോയിങ് തന്നിട്ടുണ്ട്, നോക്കാം. കോളം എ കോളം ബി ഉണ്ട്. ഇവിടെ അലുമിനിയം നെയിലുണ്ട്, അലുമിനിയം ഫോയിൽ ഉണ്ട്, ഓൾഡ് കാസറ്റ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ടേപ്പ് പഴയ കാലത്ത് ഉണ്ടായിരുന്നതാണ്. നിങ്ങൾ മേ ബി കണ്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ ഉണ്ടാകില്ല. അടുത്തത് പ്ലാസ്റ്റിക് റൂളർ, നിങ്ങളുടെ ബോക്സിനകത്തുള്ള ജോമെട്രി ബോക്സിനകത്തൊക്കെ ഉള്ള സ്കെയിൽ. ഇനി കോളം ബിക്കകത്ത് സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ്, എ മെറ്റൽ ബട്ട് നോട്ട് അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ്, നോട്ട് അട്രാക്റ്റഡ് സിൻസ് ഇറ്റ് ഈസ് നോട്ട് എ മെറ്റൽ അറ്റ് ഓൾ, അട്രാക്റ്റഡ് ബിക്കോസ് ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് മാഗ്നറ്റിക് മെറ്റീരിയൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ നോക്കാം 1 by 1 ആയിട്ട്. അയൺ നെയില ഇതിനകത്ത് ഏതാണ്? സോ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ് കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഇത് എന്ത് ചെയ്യുക, നേരെ ഇങ്ങോട്ട് തന്നെ മാച്ച് ചെയ്യുക. സാധാരണ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റിനകത്ത് ഇങ്ങനെ വരാറില്ല, എങ്കിൽ പോലും ഇവിടെ നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. സോ അയൺ നെയില നിങ്ങൾ മാഗ്നറ്റിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതെന്തായും സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആകും. സോ സ്ട്രോങ്ലി അട്രാക്റ്റഡ് ടു മാഗ്നറ്റ് കറക്റ്റ് ആണ്. സോ എന്ത് ചെയ്യാം, നേരെ ഇങ്ങോട്ട് തന്നെ മാച്ച് ചെയ്യാം. അടുത്തത് അലുമിനിയം ഫോയിൽ. അലുമിനിയം ഫോയിൽ എന്താണ്? അലുമിനിയം ഒരു മെറ്റലാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ബട്ട് നോട്ട് അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ്, ഇതും നേരെ ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. അലുമിനിയം മെറ്റൽ ആണെങ്കിൽ പോലും അതെന്തല്ല, ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ അല്ല. മാഗ്നറ്റാ നിങ്ങൾ അലുമിനിയത്തിന്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ നടക്കില്ല. ഓക്കെ ആണല്ലോ. സോ അടുത്തത് ഓപ്ഷൻ 3ാമത്തെ ദിവസം നോക്കാം. ഓൾഡ് കാസറ്റ് അല്ലെങ്കിൽ റെക്കോർഡിംഗ് ടേപ്പ്. ഇതിനകത്ത് നിങ്ങൾ മനസ്സിലാക്കണം, ഇതിനകത്ത് ഈ ടാപ്പിനകത്ത് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല, ഇതുപോലെ ലൈൻ പോലെ ആയിരിക്കും അത്. ഞാൻ ഇവിടെ വരയ്ക്കുന്നത് അത്രയും നല്ലതല്ല. സോ ഇങ്ങനെ ഒരു വയർ പോലെയാണ്. അപ്പോൾ അതിനകത്ത് എന്തുണ്ടാവും, ഒരു കോട്ടിങ് കൊടുത്തിട്ടുണ്ടാവും, മാഗ്നറ്റിക് മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് ഒരു കോട്ടിങ് ഉണ്ടാവും. വിച്ച് മീൻസ് നിങ്ങൾ അതിനൊരു മാഗ്നറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഒരു അട്രാക്ഷൻ കാണാം. സോ ഇതിനകത്ത് ഓപ്ഷൻ ഉണ്ടോ? യെസ്, അട്രാക്റ്റഡ് ബിക്കോസ് ഇറ്റ് ഈസ് കോട്ടഡ് വിത്ത് എ മാഗ്നറ്റിക് മെറ്റീരിയൽ, അതാണ് ഇതിൻ്റെ ആൻസർ. സോ ഇത് ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. ആൻഡ് അടുത്തത് മാച്ച് ചെയ്തപ്പോൾ കുറച്ച് കളർ കൂടിപ്പോയി, ഇത് ഇങ്ങോട്ട് മാച്ച് ചെയ്യാം. ഓക്കെ. അതിൻ്റെ അടുത്തത് പ്ലാസ്റ്റിക് റൂളറിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ട്. പ്ലാസ്റ്റിക് റൂളർ എന്താണ്? പ്ലാസ്റ്റിക് ആണ്, എന്തായാലും അട്രാക്റ്റഡ് ആവാൻ വേണ്ടി പോകുന്നില്ല. നോട്ട് അട്രാക്റ്റഡ് സിൻസ് ഇറ്റ് ഈസ് നോട്ട് മെറ്റൽ അറ്റ് ഓൾ. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ എടുത്ത് നോക്കാം. എ ഷോപ്പർ വാണ്ട്സ് ടു ക്വിക്ക്ലി ചെക്ക് വെദർ എ ഗോൾഡ് റിംഗ് ഓൺ സെയിൽ ഇസ് ജെന്യൂൻ. അപ്പോൾ അയാൾ സെയിലിനകത്ത് ഗോൾഡ് റിംഗ് കണ്ടിട്ടുണ്ട്, അത് ജെന്യൂൻ ആണെന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇവിടെ ഞാൻ കാണിച്ചു തന്നു. ഗോൾഡ് എന്തല്ല, ഗോൾഡ് ഒരു മാഗ്നറ്റിക് മെറ്റീരിയൽ ആണോ? അല്ല. ഗോൾഡിനകത്തോട്ട് നിങ്ങൾ മാഗ്നറ്റ് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അട്രാക്ഷൻ സംഭവിക്കില്ല. അപ്പം ജെന്യൂൻ അതെങ്ങനെ ചെക്ക് ചെയ്യുന്ന, നിങ്ങൾ മാഗ്നറ്റും ഗോൾഡും കൂടെ മാച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ അട്രാക്ഷൻ നടക്കുന്നില്ലെങ്കിൽ ഓഫ് കോഴ്സ് അതെന്താണ്, ജെന്യൂൻ ആണ്. എന്നാൽ ഇനി അട്രാക്ഷൻ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ അടുത്തുള്ള ഗോൾഡ് ഈസ് ആക്ച്വലി നോട്ട് എ പ്യുവർ ഗോൾഡ്. അതിനകത്ത് വേറെ ഏതെങ്കിലും മെറ്റൽസിൻ്റെ, മേ ബി അയൺ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മെറ്റൽസിൻ്റെ ഒരു മിക്സർ വന്നിട്ടുണ്ടാകും, അല്ലെങ്കിൽ അത് എക്സ്ട്രാ ഗോൾഡിന് പകരം അയൺ ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ടാകും. അതുകൊണ്ടാണ് അട്രാക്ഷൻ സംഭവിച്ചത്. സോ പ്യുവർ ഗോൾഡ് ഒരിക്കലും മാഗ്നറ്റിനെ അട്രാക്റ്റഡ് ആവില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. സോ അങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ടെസ്റ്റ് നടത്തുന്നത് ഗോൾഡിനകത്ത്. സോ നമ്മൾ ആ ക്വസ്റ്റിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. പ്യുവർ ഗോൾഡ് ഈസ് നോട്ട് അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ്. പ്യുവർ ഗോൾഡ് എന്തേ ഇല്ല, മാഗ്നറ്റിനെ അട്രാക്റ്റഡ് ആവില്ല. ആ സ്റ്റേറ്റ്മെന്റ് എന്താണ്, കറക്റ്റ് ആണ്. അടുത്തത്, ഇഫ് ദ റിംഗ് സ്റ്റിക്സ് സ്ട്രോങ്ലി ടു എ മാഗ്നറ്റ് ഇറ്റ് വെരി ലൈക്ലി കണ്ടെയ്ൻ അയൺ ആൻഡ് ഈസ് നോട്ട് പ്യുവർ ഗോൾഡ്. അപ്പോൾ റിംഗ് മാഗ്നറ്റിനോട് അട്രാക്റ്റഡ് ആയി കഴിഞ്ഞാൽ അതിനകത്ത് ചാൻസ് ഉണ്ട്, മേ ബി അതിനകത്ത് ഗോൾഡ് മാത്രമാകില്ല, കുറച്ച് അയണും കൂടെ ഉണ്ടാകാം. സോ അതും കറക്റ്റ് ആണ്. പ്യുവർ ഗോൾഡ് ഒരിക്കലും അട്രാക്റ്റഡ് ആവാൻ വേണ്ടി പോകുന്നില്ല. അടുത്തത്, ഓൾ മെറ്റൽസ് ആർ അട്രാക്റ്റഡ് ടു എ മാഗ്നറ്റ് ടു റഫ്ലി സെയിം എക്സ്റ്റെന്റ്. എന്താണ്, തെറ്റാണ്. ഓൾറെഡി നമ്മൾ കണ്ടു, സ്റ്റീൽ എന്താണ്, മെറ്റലാണ്, പക്ഷെ അട്രാക്ഷൻ സംഭവിക്കുമോ, നല്ല രീതിയിലല്ല. അലുമിനിയം മെറ്റലാണ്, അട്രാക്ഷൻ ഉണ്ടോ, അട്രാക്ഷൻ ഇല്ല. എന്നാൽ അയൺ എന്താണ്, മെറ്റലാണ്, അത് അട്രാക്ഷൻ ഉണ്ടോ, അട്രാക്ഷൻ നല്ല രീതിയിൽ കാണിക്കും. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്, തെറ്റാണ്. അപ്പോൾ 1ഉം 2ഉം ഉണ്ട്. 1ഉം 2ഉം വരുന്ന ഓപ്ഷൻ ബി ആണ് നിങ്ങളുടെ ആൻസർ. റെഡി ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിനകത്തോട്ട് പോയി വെക്കാം. അടുത്ത ടോപ്പിക്കാണ് പ്രോപ്പർട്ടീസ് ഓഫ് മാഗ്നറ്റ്. അപ്പോൾ മാഗ്നറ്റ്സിന് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്, എല്ലാം നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. നിങ്ങൾ ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ഓൾറെഡി ലൈഫിനകത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന കാര്യമാണ്. നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, വായിച്ചു നോക്കാം. സോ അട്രാക്റ്റീവ് പ്രോപ്പർട്ടിയാണ് ഫസ്റ്റത്തെ പ്രോപ്പർട്ടി. ദേ സ്ട്രോങ്ലി അട്രാക്ട് ഫെറോമാഗ്നറ്റിക് മെറ്റീരിയൽസ് ലൈക്ക് അയൺ, നിക്കൽ, കൊബാൾട്ട്. ഇപ്പോൾ ഫെറോമാഗ്നറ്റ് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ്. ആ ടൈപ്പിനകത്ത് പെട്ടതാണ് അയൺ, നിക്കൽ, കൊബാൾട്ട്. ഇവരെയൊക്കെ നിങ്ങൾ മാഗ്നറ്റ് എന്ത് ചെയ്യും, സ്ട്രോങ്ലി അട്രാക്റ്റഡ് ആവും. അതാണ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി. കറക്റ്റ് റെഡി ആണല്ലോ. അതിൻ്റെ അടുത്തത് ഡയറക്റ്റീവ് പ്രോപ്പർട്ടിയാണ്. എ ഫ്രീലി സസ്പെൻഡഡ് മാഗ്നറ്റ് ഓൾവേസ് അലൈൻ ഇറ്റ് സെൽഫ് അലോങ് എർത്ത് നോർത്ത് സൗത്ത് ഡയറക്ഷൻ. അപ്പോൾ നിങ്ങൾ ഫ്രീലി ഒരു മാഗ്നറ്റ് നീഡിലോ അല്ലെങ്കിൽ മാഗ്നറ്റോ ഇങ്ങനെ ഫ്രീലി വെച്ചിട്ട് സസ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യും, നോർത്ത് സൗത്ത് ഡയറക്ഷനിലാണ് അലൈൻ ചെയ്യുന്നത്. അതും നിങ്ങൾക്ക് അറിയാം. അടുത്ത ലോ ഓഫ് മാഗ്നറ്റിക് പോൾസ്, ലൈക്ക് പോൾസ്
ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും, അൺലൈക്ക് പോൾസ് അട്രാക്ട് ചെയ്യും. അത് നമ്മൾ ഓൾറെഡി തുടക്കത്തിൽ തന്നെ പറഞ്ഞു. അടുത്തത് പോൾ പെയർ റോൾ. മോണോപോൾസ് നോട്ട് എക്സിസ്റ്റ് ഇഫ് യു കട്ട് എ മാഗ്നറ്റ് ഹാഫ് ഈച്ച് പീസ് ഇമ്മീഡിയറ്റ്ലി ഫോം ഇറ്റ്സ് ഓൺ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. അപ്പോൾ ഒരു മാഗ്നറ്റിന് എപ്പോഴും 2 പോൾസ് ഉണ്ടാവും, നോർത്ത് ആൻഡ് സൗത്ത് പോൾ. മോണോപോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഗിൾ പോൾ ഒരിക്കലും ഒരു മാഗ്നറ്റ് ഉണ്ടാവില്ല, എപ്പോഴും 2 പോൾ ഒരു മാഗ്നറ്റിന് ഉണ്ടാകും, ഒരു നോർത്ത് പോളും ഒരു സൗത്ത് പോളും. നിങ്ങൾ എത്ര തവണ ഒരു വലിയ മാഗ്നറ്റിനെ കട്ട് ചെയ്താൽ പോലും എല്ലാ സ്മോൾ പീസും അതിനും എന്തുണ്ടാകും, ഒരു സൗത്തും ഒരു നോർത്ത് പോളും ഉണ്ടാകും. ഓക്കെ ആണല്ലോ. അതിനടുത്തത് വേരിയബിൾ സ്ട്രെങ്ത് ആണ്. മാഗ്നറ്റിക് ഫോഴ്സ് ഈസ് ഓൾവേസ് കോൺസെൻട്രേറ്റഡ് ആൻഡ് സ്ട്രോങ് ആസ് ദ പോൾസ് ആൻഡ് വീക്ക് ഇൻ ദ മിഡിൽ. അപ്പോൾ ഒരു മാഗ്നറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും സ്ട്രോങ്ങർ അവിടെ ഉണ്ടാവുന്നത് എഡ്ജിലായിരിക്കും. ഈ പോൾസിനാണ് ഏറ്റവും സ്ട്രോങ്ങർ ആയിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്, എന്നാൽ മിഡിൽ പാർട്ടിനകത്ത് വീക്കർ ആയിരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റുഡന്റ് ഡിപ്പ് എ ബാർ മാഗ്നറ്റ് ഇൻ ടു എ ഹീപ്പ് ഓഫ് അയൺ ഫില്ലിങ്സ്. അപ്പോൾ അയൺ ഫില്ലിങ്സ് ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് അയൺ ഫില്ലിങ്സ് പറഞ്ഞാൽ കുറേ അയണിൻ്റെ പൗഡറാണെന്ന് വിചാരിക്കാം. ഓക്കെ, സോ അതിനകത്തോട്ട് ഒരു ബാർ മാഗ്നറ്റ് വരുന്നു. ഓക്കെ ആണല്ലോ. ബാർ മാഗ്നറ്റിൻ്റെ ഷേപ്പ് തന്നെ മാറിപ്പോയി. സോ ബാർ മാഗ്നറ്റ് ഇവിടെ ഉണ്ട്, ഇവിടെ കുറേ അയൺ ഹീപ്പ് ഉണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഒരു സ്റ്റുഡൻറ്റ് എന്ത് ചെയ്തു, ബാർ മാഗ്നറ്റ് ഡിപ്പ് ചെയ്തു. ഓക്കെ, ആൻഡ് ഫിറ്റ് ഇറ്റ് ഔട്ട് തിക്ക് ക്ലംസ് ഓഫ് ഫില്ലിംഗ് ക്ലിങ് നിയർ ടു എൻഡ്. അപ്പോൾ നിയർ എൻഡ് പറഞ്ഞാൽ പോൾസിനകത്ത് ഒരുപാട് മെറ്റീരിയൽ വന്നിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. വൈൽ ഓൾമോസ്റ്റ് നോൺ ക്ലിങ് നിയർ ദ മിഡിൽ ഓഫ് ദ മാഗ്നറ്റ്. എന്നാൽ മിഡിനകത്ത് പ്രത്യേകിച്ച് ഒരു മെറ്റീരിയലും വന്നിട്ടില്ല, അല്ലെങ്കിൽ അയൺ ഫില്ലിങ്സ് വന്നിട്ടില്ല. വിച്ച് പ്രോപ്പർട്ടി ഓഫ് ദ മാഗ്നറ്റ് ഈസ് ബീങ് ഷോൺ. എന്താണ് അട്രാക്റ്റീവ് പ്രോപ്പർട്ടി. റെഡിയാണല്ലോ. കാരണം എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചു. കാരണം മാഗ്നറ്റിന്റെ ഈ എൻഡിലായിരിക്കും അല്ലെങ്കിൽ പോൾസിലായിരിക്കും മാക്സിമം നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. മിഡിലിനകത്ത് അത്രയും പവർ ഉണ്ടാവില്ല. അപ്പോൾ മാക്സിമം മാഗ്നറ്റിക് പവർ അവിടെ ആയിരിക്കും, പോൾസിലായിരിക്കും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുക. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് വീണ്ടും അസോസിയേഷൻ റീസണിങ് ആണ്. A freely suspended bar magnet always comes to rest pointing roughly north south. കറക്റ്റ് ആണല്ലോ. ഒരു ഫ്രീലി സസ്പെൻഡ് ആയിട്ടുള്ള ബാർ മാഗ്നറ്റ് എപ്പോഴും ഇങ്ങനെ തൂക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിലായിരിക്കും അത് അലൈൻ ചെയ്യുന്നത്. ആ റീസൺ എ മാഗ്നറ്റ് അട്രാക്ട്സ് മാഗ്നറ്റിക് മെറ്റീരിയൽ സച്ച് ആസ് അയൺ ആൻഡ് സ്റ്റീൽ ടുവാർഡ് ഇറ്റ്സ് പോൾസ്. അതെന്താണ്, അത് മാഗ്നറ്റ് അട്രാക്ട് മാഗ്നറ്റിക് മെറ്റീരിയൽ സച്ച് ആസ് അയൺ ആൻഡ് സ്റ്റീൽ ടുവാർഡ് ഇറ്റ്സ് പോൾസ്. അപ്പോൾ ഒരു മാഗ്നറ്റ് അയണിനെയും അതുപോലെ സ്റ്റീലിനെയും അതിന്റെ പോളിനോട്ട് അട്രാക്ട് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓഫ് കോഴ്സ് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്, പക്ഷേ മുകളിൽ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റിന്റെ ആക്ച്വൽ റീസൺ ആണോ, റീസൺ അല്ല. വിച്ച് മീൻസ് ബോത്ത് ഓപ്ഷൻ ബി ആണ്. ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ. അസേഷനും റീസണും കറക്റ്റ് ആണ്, ബട്ട് ആർ ഈസ് നോട്ട് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ. ആർ എന്താണ്, എന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ അല്ല. എന്തുകൊണ്ടാണ് ഒരു ബാർ മാഗ്നറ്റ് ഫ്രീലി സസ്പെൻഡ് ആയി കഴിഞ്ഞാൽ നോർത്ത് സൗത്ത് ഡയറക്ഷനിൽ വരുന്നത്? അത് ബിക്കോസ് ഓഫ് എർത്തിന്റെ മാഗ്നറ്റിക് പോൾസ് കാരണമാണ്. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. പിന്നെ ബാർ മാഗ്നറ്റ് ഈസ് ബ്രോക്കൺ ഇൻ ടു 2 പീസസ്. ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, അതിനെന്ത് ചെയ്തു, 2 പീസായിട്ട് ബ്രോക്കൺ ആക്കി. ഇപ്പോൾ ഒരു സിംഗിൾ പീസ് ഉണ്ടാകും, അതുപോലെ വേറെ ഒരു സിംഗിൾ പീസും കൂടെ ഉണ്ടാകും. ഓക്കെ ആണല്ലോ. കൺസിഡർ ദ സ്റ്റേറ്റ്മെന്റ്സ്. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യണം, അത് നോക്കണം. സോ നോക്കാം. 1 piece keep only the north pole and other keeps only the south pole. ഒരെണ്ണം നോർത്ത് പോൾ മാത്രമായിരിക്കും, ഒരെണ്ണം സൗത്ത് പോൾ മാത്രമായിരിക്കും. അങ്ങനെ വരുമോ? മാഗ്നറ്റ്സ് മോണോപോൾ ഉണ്ടോ? ഇല്ല. ഒരു മാഗ്നറ്റ് ഇനി എത്ര തവണ നിങ്ങൾ കട്ട് ചെയ്താലും നിങ്ങൾ ഒരുപാട് സിംഗിൾ പീസ് കിട്ടിക്കഴിഞ്ഞാൽ അതിനും ഉണ്ടാകും എന്താ, 2 പോൾസ്. അപ്പോൾ ഇതിനും ഒരു നോർത്ത്, ഇതിനും ഒരു നോർത്ത് സൗത്ത്, ഇതിന് നോർത്ത് ഒരു സൗത്ത്. വിച്ച് മീൻസ് അല്ലാണ്ട് നിങ്ങൾ ഇത് നോർത്ത് ഇത് സൗത്ത് നിങ്ങൾ ഇവിടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഭാഗം അത് നോർത്ത് മാത്രം. അങ്ങനെയാണോ? അങ്ങനെ അല്ല. നിങ്ങൾ എത്ര തവണ കട്ട് ചെയ്ത് കഴിഞ്ഞാലും എത്ര സിംഗിൾ സ്മോളസ്റ്റ് പീസ് ഓഫ് മാഗ്നറ്റ് ആണെങ്കിലും അതിനും 2 പോൾസ് ഉണ്ടാകും, നോർത്തും സൗത്തും. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് തലക്കകത്തോട്ട് കയറ്റി വെക്കുക. ഓക്കെ, സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? ഈച്ച് ബ്രോക്കൺ പീസ് ബിക്കം എ ന്യൂ കംപ്ലീറ്റ് മാഗ്നറ്റ് വിത്ത് ഇറ്റ്സ് ഓൺ നോർത്ത് ആൻഡ് സൗത്ത് പോൾ. അത് കറക്റ്റ് ആണ്. നമ്മൾ എന്ത് ചെയ്തു, ആക്ച്വലി ആ പോയിന്റ് മിസ് ചെയ്തു, ഫസ്റ്റ് ആണോ അയച്ചപ്പോൾ. ഓക്കെ, അതിന് അടുത്തത് 1 piece keep only north pole and other keeps only the south pole. അതെന്താണ്, പ്യുവർലി റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, അത് വെട്ടി. അടുത്തത് ഈച്ച് ന്യൂ പീസ് ഇസ് ജനറലി വീക്കർ ദാൻ ഒറിജിനൽ അൺബ്രോക്കൺ മാഗ്നറ്റ്. അതെന്താണ്, കറക്റ്റ് ആണ്. കാരണം എന്താ, മാഗ്നറ്റ് വലിയ മാഗ്നറ്റ് ആണെങ്കിൽ നല്ല സ്ട്രെങ്ത് ഉണ്ടാവും, എന്നാൽ കുഞ്ഞു മാഗ്നറ്റ് ആണെങ്കിൽ ഓഫ് കോഴ്സ് അതിന്റെ സൈസ് ചെറുതാവുന്നതനുസരിച്ച് അതിന്റെ മാഗ്നറ്റിക് പവർ കുറഞ്ഞു വരും. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ അങ്ങനെയാണെങ്കിൽ 1ഉം 3ഉം കറക്റ്റ് ആണ്. അതേതാണ്, ഓപ്ഷൻ എ മാർക്ക് ചെയ്യാം. ഓക്കെ ആണല്ലോ. സോ അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോയേക്കാം. When a magnet is placed near Earth's field, a neutral point can form nearby. What defines this point? So options വായിച്ചു നോക്കാം. Where the field is strongest, where the magnets and Earth's field cancel out, where the magnet loses its poles, where only the north pole acts. ഇതിന്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ്. എക്സ്പ്ലെയിൻ ചെയ്തുതരാം. സോ നിങ്ങൾ എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടല്ലോ, എർത്തിനൊരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതുപോലെ നിങ്ങളുടെ അടുത്ത് ഒരു ബാർ മാഗ്നറ്റ് ഉണ്ട്, അതിനും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അറ്റ് സം പോയിന്റ് ഇപ്പോൾ മാഗ്നറ്റ് നീഡിൽ ചില സമയത്ത് അത്
ചില പ്ലേസിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ അതിന് ഡിഫ്ലക്ഷൻ ഒന്നും കാണിക്കില്ല. എന്ത്? മാഗ്നറ്റിക് നീഡിൽ. അതിന്റെ റീസൺ എന്താ? എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഈ നിങ്ങളുടെ അടുത്തുള്ള നീഡലിന്റെ മാഗ്നറ്റിക് ഫീൽഡും കൂടെ പരസ്പരം ക്യാൻസൽ ഔട്ട് ആയി പോകും. സോ അങ്ങനത്തെ സ്ഥലത്തിനെ നമ്മൾ പറയും ന്യൂട്രൽ പോയിന്റ്. ഇപ്പൊ ന്യൂട്രൽ പോയിന്റിൽ നിങ്ങൾ ഒരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാലും അതിന് ഡിഫ്ലക്ഷൻ ഒന്നും പ്രോപ്പർ ആയിട്ട് കാണിക്കില്ല. സോ നിങ്ങൾക്ക് ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റില്ല. എവിടെ? ന്യൂട്രൽ പോയിന്റ് ആണെങ്കിൽ. റീസൺ എന്താ? ക്യാൻസൽ ഔട്ട് ആയി പോകും. എർത്തിന്റെ മാഗ്നറ്റിക് ഫീൽഡും ഇതിന്റെ നിങ്ങളുടെ അടുത്തുള്ള നീഡലിന്റെ അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡും പരസ്പരം ക്യാൻസൽ ഔട്ട് ആയി പോകുന്നതിന്റെ റീസൺ ആണ്. ഇപ്പോൾ ഇറ്റ്സ് ലൈക്ക് എന്താണ്, നിങ്ങൾ ഒരാളുണ്ട്, സോ ഇത് ഒരു റോപ്പാന്ന് വിചാരിക്കുക. സോ ഇവിടുന്ന് ഒരാൾ പുൾ ചെയ്തു, അതുപോലെ ഇവിടുന്ന് ഒരാൾ പുൾ ചെയ്തു, വിച്ച് മീൻസ് ഇത് റോപ്പ് ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് പുൾ ചെയ്യുന്നു, അതുപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് പുൾ ചെയ്യുന്നു. സോ ഞങ്ങൾ രണ്ടുപേരും ഒരേ സ്ട്രെങ്ത്തുള്ള ആൾക്കാരാണെങ്കിൽ ഈ റോപ്പ് ഇവിടെ തന്നെ നിൽക്കൂലേ, അങ്ങോട്ട് പോകില്ല ഇങ്ങോട്ട് പോകില്ല, സെയിം സ്ഥലത്ത് നിൽക്കും. സെയിം ലോജിക് ആണ്. എർത്തിന്റെയും അങ്ങോട്ട് വലിക്കുമ്പോൾ ഈ കുഞ്ഞു മാഗ്നറ്റ് ഇങ്ങോട്ട് വലിക്കും, വിച്ച് മീൻസ് നത്തിങ്, പ്രത്യേകിച്ച് മാറ്റമൊന്നും വരില്ല. അതാണ് ന്യൂട്രൽ പോയിന്റ്. റെഡിയാണല്ലോ? സോ അങ്ങനെയാണെങ്കിൽ വീണ്ടും അടുത്ത ക്വസ്റ്റ്യൻ. As you move farther away from a magnet along its axis, how does the magnetic field strength change? അപ്പോൾ നിങ്ങൾ ഒരു മാഗ്നറ്റിന്റെ ദൂരേക്ക് പോകുന്ന സമയത്ത്, ഇവിടെ നിന്ന് ഇങ്ങനെ ദൂരേക്ക് പോകുന്ന സമയത്ത് എങ്ങനെയാണ് മാഗ്നറ്റിന്റെ സ്ട്രെങ്ത് മാറുന്നത്? അപ്പോൾ ഇറ്റ് ഇൻക്രീസ് സ്റ്റഡിലി. നിങ്ങൾ ദൂരേക്ക് പോയി കഴിഞ്ഞാൽ സ്ട്രെങ്ത് കൂടുമോ? ഇല്ലല്ലോ. അടുത്തോട്ട് വന്നു കഴിഞ്ഞാൽ സ്ട്രെങ്ത് ഉണ്ടാവുള്ളൂ. സോ ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ്? പെർഫെക്റ്റ്ലി തെറ്റാണ്. ഇറ്റ് സ്റ്റേസ് എക്സാക്ട്ലി കോൺസ്റ്റന്റ് ആണോ? അല്ല. നിങ്ങൾ ദൂരേക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്ത കാര്യമല്ലേ. ഇപ്പോൾ ഇതൊരു മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക, ഞാൻ ഇവിടെ കൊണ്ടുവച്ചാൽ മേ ബി പെട്ടെന്ന് അട്രാക്ട് ആവും. ഓക്കെ ആണല്ലോ? ഇതിൻ്റെ കയ്യിലൊരു മാഗ്നറ്റ് ആണെന്ന് വിചാരിക്കുക, അത് പെന്നാണ്. പ്ലീസ് ഇമാജിൻ ദിസ് ആസ് മാഗ്നറ്റ്. ഓക്കെ, സോ ഇത് ഒരു അയൺ നെയിലാന്ന് വിചാരിക്കുക. അപ്പോൾ അടുത്തോട്ട് കൊണ്ടുവച്ചാൽ പെട്ടെന്ന് അട്രാക്ട് ആവും. എന്നാൽ കുറച്ച് ദൂരമാണെങ്കിൽ മേ ബി ഇങ്ങനെ ചെറിയ ഡിഫ്ലക്ഷൻ വരും. ഞാൻ ഇങ്ങനെ അടുത്ത് വെച്ച സമയത്ത് പെട്ടെന്ന് വരും. സോ ഇതിന്റെ റീസൺ എന്താ? നിങ്ങൾ കോൺസ്റ്റന്റ് അല്ല, ദൂരേക്ക് പോകുന്നതനുസരിച്ച് കുറഞ്ഞു വരുന്നുണ്ട് മാഗ്നറ്റിക് പവർ. ആൻഡ് ഏറ്റവും അടുത്തായിരിക്കും ഏറ്റവും നല്ല ഫീൽഡ് പവർ കിട്ടുന്നത്. സോ അതിന് ഇത്രയേ ഉള്ളൂ. ഇതാണ് അതിന് കറക്റ്റ് ആൻസർ. സി ആണ്. ഇറ്റ് ഡിക്രീസസ് റാപ്പിഡ്ലി വിത്ത് ഡിസ്റ്റൻസ്. അപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നതനുസരിച്ച് മാഗ്നറ്റിക് സ്ട്രെങ്ത് എന്താണ്? ഡിക്രീസ് റാപ്പിഡ്ലി. അപ്പോൾ കൂടുതൽ ഡിസ്റ്റൻസ് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും തീരെ സ്ട്രെങ്ത് ഉണ്ടാവില്ല. എന്നാൽ അടുത്തോട്ട് വരുന്ന സമയത്ത് പെട്ടെന്നായിരിക്കും സ്ട്രെങ്ത് അട്രാക്ഷൻ നടക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ അടുത്ത ലാസ്റ്റ് ടോപ്പിക്കാണ് ഡീമാഗ്നറ്റൈസേഷൻ. സോ ഡീമാഗ്നറ്റൈസേഷൻ എന്താ? ഒരു മാഗ്നറ്റിന്റെ പവർ എങ്ങനെ കളയാം, അതാണ് ഡീമാഗ്നറ്റൈസേഷൻ. അതിന്റെ മാഗ്നറ്റിക് പവർ എങ്ങനെ ലോസ് ചെയ്യാം. സോ അതിന് കുറച്ച് മെത്തേഡ്സ് ഉണ്ട്. ഒരെണ്ണം ഹാമറിങ്. എന്താ സാറേ? ഇപ്പം പറഞ്ഞുതരാം. ഹാമറിങ് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മാഗ്നറ്റ് എടുത്തു, അതിനെ ഹാമർ കൊണ്ട് ഇങ്ങനെ അടിച്ച് പൊട്ടിച്ചു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് അതിന്റെ മാഗ്നറ്റിക് പവർ ലൂസ് ആവും. കാരണം എന്താ? ഒരു സ്ട്രൈക്ക് വരുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള ഓരോ മാഗ്നറ്റിക് പാർട്ടിക്കിൾസിൻ്റെയും അകത്തുള്ള അറേഞ്ച്മെന്റ് അത് തെറ്റിപ്പോവും. സോ അതുകൊണ്ടാണ് സംഭവിക്കുന്നത്. പിന്നെന്താ? ഡ്രോപ്പിംഗ് ഫ്രം എ ഹൈറ്റ്. നിങ്ങളൊരു ഹൈറ്റിൽ നിന്ന് ഒരു മാഗ്നറ്റ് താഴോട്ട് ഡ്രോപ്പ് ചെയ്താൽ മേ ബി അതിൻ്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പോകും. അടുത്തെന്താ? ഹീറ്റിംഗ്. നിങ്ങൾ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാലും മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലൂസ് ആവും. സോ ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഹാമറിങ്, ഡ്രോപ്പിംഗ് ഫ്രം എ ഹൈറ്റ്, അതുപോലെ ഹീറ്റിംഗ്. സോ ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിൽ ബി സൂട്ടബിൾ ടു ഡീമാഗ്നറ്റൈസ് എ മാഗ്നറ്റ്? ഒരു മാഗ്നറ്റിനെ ഡീമാഗ്നറ്റൈസ് ചെയ്യാൻ, അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏതാണ് ഉപയോഗിക്കാൻ വേണ്ടി പറ്റുക? സോ കീപ്പ് ഇൻ കോണ്ടാക്ട് ഓഫ് അയണുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് വെക്കുക അല്ല. കൂളിംഗ്, തണുപ്പിക്കുക അല്ല. പുട്ടിങ് ഇൻ വാട്ടർ, വെള്ളത്തിലിട്ട് വെക്കുക അല്ല. ഹാമറിംഗ് ഓഫ് മാഗ്നറ്റ്, അതാണ്. നിങ്ങൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ മാഗ്നറ്റിന്റെ പ്രോപ്പർട്ടി ഡീമാഗ്നറ്റൈസ് ആയി പോകും. അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ലൂസ് ആവും. സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ബോത്ത് ഹീറ്റിംഗ് ആൻഡ് ഹാമറിംഗ് ക്യാൻ ഡീമാഗ്നറ്റൈസ് എ മാഗ്നറ്റ്. ഞാൻ പറഞ്ഞു തന്നാണ് ഓൾറെഡി. ഈവൻ ദോ ദേ ആർ വെരി ഡിഫറെന്റ് ഫിസിക്കൽ പ്രോസസ്സസ്. രണ്ടും ഡിഫറെന്റ് ഫിസിക്കൽ പ്രോസസ് ആണെങ്കിൽ പോലും ഹീറ്റ് ചെയ്താലും ഹാമർ ചെയ്താലും അതിന്റെ മാഗ്നറ്റിക് പ്രോപ്പർട്ടി പോകുന്നുണ്ട്. വാട്ട് ഡു ദേ ഹാവ് ഇൻ കോമൺ? അങ്ങനെയാണ് കോമൺ ആയിട്ടുള്ള റീസൺ എന്താ? ബോത്ത് ഡിസ്ട്രോയ് അയൺ ആറ്റംസ് പെർമനന്റ്ലി, അതാണോ? അല്ല. ബോത്ത് strengthen the field before weakening it. both disturb the orderly alignment of magnetic domain. അപ്പോൾ ഓരോ മാഗ്നറ്റിനകത്തും ഓരോ എലമെന്റ്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഒരു വലിയ മാഗ്നറ്റ് ആണെങ്കിൽ പോലും അതിന് ഓരോ മോളിക്യൂൾസ് ഉണ്ടാവും. ഓരോ മോളിക്യൂൾസിന് എന്തുണ്ടാവും? ഒരു ഡൊമൈൻ അലൈൻമെന്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഹാമർ ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഈ അറേഞ്ച്മെന്റ് തെറ്റിപ്പോവും. അങ്ങനെയാണ് ഡീമാഗ്നറ്റൈസ് ആയി പോകുന്നത്. നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് വലിയ ക്ലാസ്സിനകത്ത് പഠിക്കും. ഫെറോമാഗ്നറ്റിസം, പാരാമാഗ്നറ്റിസം, ഡയാമാഗ്നറ്റിസം എന്താണെന്നൊക്കെ. അപ്പോൾ അതിനകത്ത് എന്താണ് ഈ ഡൊമൈൻ അറേഞ്ച്മെന്റ് എന്നൊക്കെ നിങ്ങൾ പഠിക്കും വലിയ ക്ലാസ്സിന്. അപ്പോൾ ഇത്രയും ഇപ്പോൾ അറിഞ്ഞിരിക്കുക. ബോത്ത് ഡിസ്റ്റർബ് ദ ഓർഡർലി അലൈൻമെന്റ് ഓഫ് മാഗ്നറ്റിക് ഡൊമൈൻസ്. ഓക്കെ ആണല്ലോ? സോ അടുത്ത ദിവസം നോക്കാം. സ്റ്റോറിംഗ് ടു ബാർ മാഗ്നറ്റ് സൈഡ് ബൈ സൈഡ് വിത്ത് ലൈക്ക് പോൾസ് നെക്സ്റ്റ് ടു ഈച്ച് അതർ ഫോർ എ ലോങ് ടൈം ക്യാൻ വീക്കൻ ദം. അപ്പോൾ രണ്ട് ബാർ മാഗ്നറ്റിനെ നിങ്ങൾ സൈഡ് ടു സൈഡ്, ഒരു മാഗ്നറ്റ് വാങ്ങിയിട്ട് നോർത്ത് സൗത്ത്, പിന്നെ അടുത്തതിനെ ഇതുപോലെ നോർത്ത് സൗത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ
അതിനെ വീക്കൻ ആവും എന്ന് പറഞ്ഞിട്ടുണ്ട്. റീസൺ ദിസ് ഹാപ്പൻസ് ബിക്കോസ് ലൈക്ക് പോൾസ് അട്രാക്ട് ഈച്ച് അതർ ആൻഡ് സ്ലോലി പുൾ ദ മാഗ്നറ്റിസം ഔട്ട്. റീസൺ എന്താണ്? അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ അസേഷൻ എന്താണ്? കറക്റ്റ് ആണ്. നിങ്ങൾ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ബാർ മാഗ്നറ്റിന്റെ പവർ ലൂസ് ആകും. സോ അതിന്റെ ഓപ്ഷൻ എ എന്താണ്? അസേഷൻ എന്താണ്? ട്രൂ ആണ്. റീസൺ ആർ എന്താണ്? ഫാൾസ് ആണ്. റീസൺ എന്താ? ആക്ച്വലി പുറത്തോട്ട് വലിക്കല്ല, ഒരുപാട് ടൈം ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അത് വീക്കനായി വരും. നോർത്തും കാരണം എന്താ? റിപ്പൽ ചെയ്യും. സൗത്ത് എന്താ? റിപ്പൽ ചെയ്യും. പക്ഷെ നിങ്ങളിത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങളിത് ഉറപ്പായിട്ടും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിൽക്കാൻ പോകുന്നില്ല. കാരണം നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ടൈ ഉപയോഗിച്ചിട്ട് ഇതിനെ ടൈ ചെയ്യേണ്ടി വരും, എന്നാലേ നിൽക്കാൻ പോകുന്നുള്ളൂ. സോ ഗ്രാജുവലി ഇതിൻ്റെ മാഗ്നറ്റിസം നിങ്ങൾക്ക് ലൂസ് ആവുന്നത് കാണാൻ വേണ്ടി പറ്റും, ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ക്വസ്റ്റ്യനും കൂടെ നോക്കാം. ദിസ് വിൽ ബി യുവർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ. കുണാൽ മാഗ്നറ്റൈസ്ഡ് എ പീസ് ഓഫ് അയൺ റോഡ് യൂസിങ് ദ സ്ട്രോക്കി മെത്തേഡ്. അപ്പോൾ സ്ട്രോക്കി മെത്തേഡ് ഉപയോഗിച്ചിട്ട്, സ്ട്രോക്കി മെത്തേഡ് പറഞ്ഞാൽ ഒന്നുമില്ല, ഇങ്ങനെ റബ്ബ് ചെയ്യും. ഓക്കെ, നിങ്ങളുടെ അടുത്തൊരു മാഗ്നറ്റ് ഉണ്ട്, അതുപോലെ ഇതൊരു വേറെ ഒബ്ജക്റ്റാന്ന് വിചാരിക്കുക. സോ ഇതിനെങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇതാണ് സ്ട്രോക്കിങ്. അപ്പോൾ ഇതിനെങ്ങനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇതിന് ഒരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും. ശ്രദ്ധിക്കണേ, ഇതാണ് മാഗ്നറ്റ്, ഇത് മാഗ്നറ്റിക് പ്രോപ്പർട്ടി, ഇതൊരു അയൺ നെയിലാണ്. സോ ഞാൻ ഇതിനെ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇതിനൊരു മാഗ്നറ്റിക് പ്രോപ്പർട്ടി കിട്ടും, അതാണ് സ്ട്രോക്കിംഗ്. സോ മെത്തേഡ് ആസ് ഓൺ ദ ഡയഗ്രാം ബിലോ. അപ്പോൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. വിച്ച് പാർട്ട് ഓഫ് ദ അയൺ റോഡ് ബിക്കം സൗത്ത് സീക്കിംഗ് പോൾ. അപ്പോൾ ഏത് പാർട്ടാണ് സൗത്ത് ആവുന്നതാണ്. സോ നിങ്ങൾ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വിചാരിക്കുന്നു. ഓക്കെ, ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് അങ്ങോട്ട് ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. സോ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റ് ഈ പോർഷൻ കൊണ്ടാണല്ലോ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? റബ്ബ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നോർത്ത് ആണ്. സോ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്താവും? ഇത് സൗത്ത് ആവും. സോ ഇത് സൗത്ത് ആണെങ്കിൽ ഒബിയസ്ലി ഇതെന്താവും? നോർത്ത് ആകും. സോ ക്വസ്റ്റ്യൻ അത് ചോദിച്ചു, ഏതാണ് സൗത്ത്, ഏതാണ് നോർത്ത്? ആൻസർ എന്താണ്? പി ആണ്. സോ പി ആയിരിക്കും സൗത്ത് ആയിട്ട് വരുന്നത്. കാരണം എന്താ? നിങ്ങൾ നോർത്തും സൗത്തും അട്രാക്റ്റഡ് ആവുന്നത്. സോ അവിടെ നോർത്ത് കൊണ്ട് നിങ്ങൾ റബ്ബ് ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു ഒബിയസ്ലി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇതെന്തായി മാറും? ഇത് സൗത്ത് ആയി മാറും. ഇത് സൗത്ത് ആണെങ്കിൽ ഒബിയസ്ലി ഇതെന്തായിരിക്കും? നോർത്ത് ആയിരിക്കും. ഓക്കെ, ഇത് സൗത്ത് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? നോർത്ത് ആയിരിക്കും. റെഡി ആണല്ലോ? സോ മാഗ്നറ്റിസം എന്ന ചാപ്റ്ററിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും എന്തൊക്കെയാണ് മാഗ്നറ്റ് മെറ്റീരിയൽ എന്താ, എങ്ങനെയാണ് ഒരു മാഗ്നറ്റിന്റെ പവർ ലൂസ് ചെയ്യുന്നത് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ നിങ്ങൾ ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഓൾറെഡി അറിയുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ NSMC എന്താ ഉദ്ദേശിക്കുന്നത്? നിങ്ങൾ സ്കൂൾ എക്സാമിനകത്ത് അവിടെ നിങ്ങൾ പഠിച്ചോ എന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്, ആൻഡ് MCQ ക്വസ്റ്റ്യൻസ് ആണ്. സോ NSMCക്ക് നിങ്ങൾ ഇനി ആരും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? രജിസ്റ്റർ ചെയ്യുക. ആൻഡ് ഇതുപോലത്തെ ചാൻസുകൾ എന്ത് ചെയ്യുക? യൂസ് ചെയ്യുക. അതുപോലെ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിനകത്ത് പറഞ്ഞാൽ മതി, ഞാൻ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. അതല്ല നിങ്ങൾ അഡ്മിൻ വഴിയാണെങ്കിൽ അഡ്മിനകത്ത് പറഞ്ഞാൽ മതി, ഞാൻ അവിടെയും ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇനി ആരെങ്കിലും രജിസ്റ്റർ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ലാസ്റ്റ് മിനിറ്റോട്ട് വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ മാക്സിമം ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ലാസ്റ്റ് മിനിറ്റോട്ട് വെച്ച് കഴിഞ്ഞാൽ മേ ബി എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വന്നിട്ട് ബുദ്ധിമുട്ടാകാൻ വേണ്ടി ചാൻസ് ഉണ്ട്. സോ വീണ്ടും പറയുകയാണ്, ഇതൊരു സ്കോളർഷിപ്പ് എക്സാം ആയിട്ട് മാത്രം നിങ്ങൾ കാണരുത്. ആക്ച്വലി ഇതൊരു CBT എക്സാമിനേഷൻ ആണ്. നിങ്ങളുടെ ഫ്യൂച്ചറിനകത്ത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. കാരണം എന്താ? ഇനി ഫ്യൂച്ചറിനകത്തോട്ട് നിങ്ങൾ വലിയ ക്ലാസ്സിൽ പോകുന്ന സമയത്ത് ഉറപ്പായിട്ടും നിങ്ങൾ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം അറ്റൻഡ് ചെയ്യേണ്ടി വരും. അതാണ് ഇപ്പോഴത്തെ സിനാരിയോ. സോ നിങ്ങൾ ഇപ്പോൾ അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ആൻഡ് ഓഫ് കോഴ്സ് സ്കോളർഷിപ്സ് ഉണ്ട്. 12.5 lakhs സ്കോളർഷിപ്പും ക്യാഷ് അവാർഡ്സ് ഒക്കെയാണ് നിങ്ങൾ വിൻ ചെയ്താൽ വേണ്ടി കിട്ടാൻ വേണ്ടി പോകുന്നത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക? പഠിക്കുക, മാക്സിമം അതൊക്കെ കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. ആൻഡ് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ച് തരുന്നതായിരിക്കും. നിങ്ങൾ കൃത്യമായിട്ട് യൂട്യൂബിനകത്ത് കൃത്യമായിട്ട് വീഡിയോ കണ്ട് പഠിച്ചാൽ വേണ്ടി മാത്രം മതിയാകും. സോ അത്രയേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അങ്ങനെയാണെങ്കിൽ അടുത്ത വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബൈ.